ഇപ്പം ഈ സിനിമയുടെ അകത്ത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പെട്രോൾ ഹെഡ് വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ്. അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം ഗതാഗത വകുപ്പ് കൈയാളുന്ന ഒരാള് ഇലക്ട്രോണിക് വാഹനങ്ങളുള്ള ഒരു സമയത്ത് പെട്രോൾ ഹെഡ് വണ്ടി എടുത്തൊരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിന് വല്ലാത്തൊരു പ്രസക്തിയും ഉണ്ട്. അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെന്റ് ആണ്. അപ്പോൾ ആ സീനിലൊരു മേക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഒരു ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക, ആരും കാണാതെ മൂടിയിട്ടിരിക്കുക. പെട്ടെന്ന് അവർ കാര്യം വിളിച്ചവരെ കൊണ്ട് പോവുകയാണ്. പോയിട്ട് അവരെ ഏലിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഷീറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ. ഇവരാരും പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല. ആ ഒരു ജനറേഷനെ പഴയ ഒരു സാധനം നമ്മൾ നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട്. നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡ്, പഴയ റെക്കോർഡ് പേരൊക്കെ സൂക്ഷിക്കും ആൾക്കാർ, റെക്കോർഡ് ഒക്കെ. അതുപോലെ ആ ഡിസ്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമഫോൺ സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായിട്ട് വളരെ വാല്യൂബിളായിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പമാണ്. പിന്നെ ഈ ബാറ്ററി വണ്ടി പോയാലും എവിടെ പോയാലും അറിയുമെന്ന് ഇത്ര പറയേണ്ട ഒരു സ്ഥലത്ത്. അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അതിനകത്ത് വേറെയും കാര്യങ്ങൾ അതൊരു പിന്നീട് വന്ന സീനാണ് കേട്ടോ, കഥ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിലാണ് സാറിന് അതിനകത്തുള്ളൊരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെറ്റാനസ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യുഗത്തിൽ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഹെഡ് ഇല്ല നമ്മളുടെ ഈ പോപ്പുലർ കൾച്ചറിൽ. തൊള്ളി ഗണേശ് സാറാണ്. സാറിനുള്ള വണ്ടിയുടെ കമ്പം ഗ്യാഡ്ജറ്റിനുള്ള കമ്പം നോക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. എന്നെ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വിടും പഴയ മറ്റേ 50കളുടെ ട്രേപ്പ് റെക്കോർഡൊക്കെ വരാനായിട്ടൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സയൻറ്റിസ്റ്റിൻ്റെ റൂമുകളിലിരിക്കും കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ തന്നെ കൊട്ടാരക്കരയുള്ള സ്റ്റോറി ടോണി സ്റ്റാർക്ക് വിളിക്കാറ്. സാറിനെ ആ ഒരു വിസ്കിഡായിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പം നമ്മൾ ഈ കരുതുന്ന ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിമിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല. എൻ്റെ ഇപ്പം മെറ്റാനസ് ഇപ്പം ഗണേശ് സാറിനെ വിളിക്കുന്നുണ്ട്. ഞാൻ കൃഷ്ണദേവൻ അങ്ങോട്ട് പോയപ്പം സാറ് ആവാസ് യുഗത്തിനെ പറ്റിയിട്ട് കൃഷ്ണദേവനോട് ഇങ്ങനെ ഭയങ്കര വാചകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൃഷ്ണദേവൻ മറ്റേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണെന്ന് ഞാൻ കൃഷ്ണദേവനോട് പറയുകയായിരുന്നു. ബിക്കോസ് കുറച്ചടക്കുമ്പോഴേ ആ ഒരു സൈഡിലത്തെ സാറിന്റെ നേർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ് പരിപാടി മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. താങ്ക് യു. ഇപ്പൊ ഗണേഷ് സാറിന് പ്രസന്റ് ചെയ്തിട്ടുള്ള വിധം തന്നെയായിരുന്നു ഒരു 90s കിഡ് ഒരു വസന്തമായാൽ എങ്ങനെ ഉണ്ടാവും, ഒരു 40കളിൽ 50കളിൽ എങ്ങനെയായിരിക്കും അയാൾ ജീവിക്കുക, ആ രീതിയിലാണല്ലോ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലാണെങ്കിൽ അങ്ങനെ കുറേ റെഫറൻസുകളുണ്ട്. നമ്മുടെ സിനിമയിൽ തന്നെ പറയുന്ന നമ്മൾ വലിയ എക്സ്പെക്ടേഷനോട് പോയി വന്നാൽ വലിയ രീതിയിൽ കൂപ്പുകുത്തുകയും ചെയ്ത സിനിമകളുടെ റെഫറൻസുകളുണ്ട്. നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിരുന്നോ, ആ ഒരു കാര്യം ഒന്ന് പറയാം. നമ്മളിത് ആദ്യം പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിരുന്ന ഫസ്റ്റ് അക്രഡിഷൻ നമുക്ക് ISI മാർക്ക് കിട്ടുക എന്ന് പറയുന്ന പോലെ ഗണേശ് സാറിന് മനസ്സിലാകുന്ന ആദ്യത്തെ ISI മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇറ്റ്സ് എ ഗോ, നമുക്ക് ചെയ്യാനുള്ള സാധനം കിട്ടി. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാവും. പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ. ഇത്രയാൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇത്ര വയസ്സായിട്ടുള്ള ഒരാളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് വസന്ത റെഡിറ്റിലൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കമന്റിയും കണ്ടു. ആരോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസന്തങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് പോലെന്നൊക്കെ. നമ്മളെ വസന്തമായിട്ട് നമ്മൾ സെൽഫ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫിൽട്രേഷൻ തോന്നുന്നു. നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വസന്തമൊന്നും അങ്ങനെയൊന്നും ടേം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് തോന്നുന്നു. അപ്പം ഒരു വസന്തം അല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് തോന്നുന്നു.